ഈ ഒരു സിനിമയ്ക്കകത്ത് സിദ്ദിഖ് ചോദിക്കുന്ന ഒരു ഡയലോഗാണ്. അദ്ദേഹം ഈ എന്താ പറയുന്നത്, ഈ മൊഴിമാറ്റ ചിത്രങ്ങളെ ഗാനം രചിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പാട്ടൊക്കെ എഴുതി ഈ മൊഴിമാറ്റത്തിന് വേണ്ടി പാട്ട് എഴുതിയിട്ട് പുള്ളി തന്നെ പറയുന്നുണ്ട്, ആഹാ വയലാർ എഴുതുമോ ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ നീ ചോദിക്കുക, ഈ ഓന്ത് നിറം മാറുമോ ഇങ്ങനെ, ആഹാ വെള്ളാപ്പള്ളിയുടെ കൂട്ട്. ഓന്ത് എത്രയോ ഭേദമാണ്, ഓന്ത് നിറം മാറും പോലെയല്ല. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ കഴിഞ്ഞ നമ്മൾ ചർച്ച പറഞ്ഞില്ലേ, ഭരണം മാറുകയാണ്, വെള്ളാപ്പള്ളി അടുത്ത സെക്കൻഡ് നിറം മാറും. കാരണം അദ്ദേഹത്തിന് ഈ വയസ്സാകാലത്ത് നിന്ന് പൂജപ്പുര ഗോതമ്പുണ്ട് തന്നെ വയ്യാത്തത് കൊണ്ട് ഇനി 3 പേരും കൊള്ളാന്ന് പറഞ്ഞു. ഇപ്പം ഏത് ആര് മുഖ്യമന്ത്രി ആയാലും ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. അതെ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓരോരുത്തരുടെയും കഴിവുകൾ അദ്ദേഹം വളരെ കൃത്യതയോട് വിലയിരുത്തും. പിണറായിക്ക് ഇപ്പൊ കഴിവില്ല എന്നുള്ള അവസ്ഥ. അതുപോലെ വേറൊരു മമ്മൂഞ്ഞും രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്രയും ദിവസം തലപൊക്കാതെ കിടന്നവനാണ് പിന്നെ നമ്മുടെ പെരുന്ന പോപ്പ് ഇറങ്ങിയിട്ടുണ്ട്. 2 എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഈ 2 എണ്ണത്തിനെയും 7 അയില തടിപ്പിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് VD സതീശൻ തന്നെ വേണം. കാരണം ഈ 2 എണ്ണത്തിനെ മറ്റേത് രണ്ടും ഇപ്പം KC വേണുഗോപാലാണ്, ശ്രീ രമേശ് ചെന്നിത്തല ഇവരെ കുമ്പിടാൻ പോകും. ഇവരെ കുമ്പിട്ടാൽ അതോടുകൂടി നമ്മൾ മുടിഞ്ഞ് മുണ്ടക്കോല് വെക്കും. അതാണ് പ്രശ്നം. ഈ 2 എണ്ണത്തിനെ കുമ്പിടാതെ പോയി. ഇനിയും നിങ്ങൾ രാഷ്ട്രീയക്കാർ മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ വെള്ളാപ്പള്ളി എന്തു പറയുന്നോ അതിന് ഓപ്പോസിറ്റേ ഇവിടെ സംഭവിക്കൂ. വെള്ളാപ്പള്ളി പറയുന്നതിന് നേരെ ഓപ്പോസിറ്റായിട്ടേ സമുദായ സ്നേഹികൾ ചെയ്യത്തുള്ളൂ. ഇത് തന്നെയാണ് NSSന്റെ കാര്യത്തിൽ. എനിക്ക് തോന്നുന്നത് ഈ KN ബാലഗോപാലൻ ജയിക്കാൻ കാരണം ഒരുപക്ഷെ ഈ സുമാരൻ നായർ ആളവിടെ ചെന്ന് ബാലഗോപാലിനെ തോൽപ്പിക്കാൻ അങ്ങനെ ശ്രമിച്ചൊന്നും സംശയിക്കേണ്ടി. കാരണം അതിന്റെ ചേട്ടനുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. കലഞ്ഞൂർ മധു NS നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ഒരുപക്ഷെ ആളെ പറഞ്ഞയച്ചാണ്. അല്ല, അങ്ങനെ പറഞ്ഞയക്കില്ല. കാരണം അദ്ദേഹം ധനലക്ഷ്മി ബാങ്കിന്റെ ചെയർമാനാണ്. ആ ധനലക്ഷ്മി ബാങ്കിൽ ഇയാളുടെ മരുമകൻ എന്തോ ഫ്രോഡ് തരം കാണിച്ചിട്ടുണ്ട്. അത് വെളിച്ചത്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ NSS പിണറായിയോട് ഒട്ടാൻ തുടങ്ങിയത്. അത് എല്ലാവർക്കും പേടിയാണ്. ഈ പൂജപ്പുര കിടക്കുക എന്ന് പറഞ്ഞാലേ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജയിലിൽ കിടക്കണ പോലെ തൊന്തടിച്ച് വയസ്സാം കാലത്തായിട്ട്. അപ്പം ഇദ്ദേഹം പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. പത്തനാപുരത്ത് ഗണേശനോട് ഇദ്ദേഹത്തിന് അത്ര തൃപ്തിയില്ലായിരുന്നു. അതുകൊണ്ട് ജ്യോതികുമാർ ചാമക്കാലയെ സഹായിച്ചു എന്നൊക്കെ രീതിയിൽ പലയിടത്തുനിന്നും പറയുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സമുദായ സംഘടനയും സഹായിച്ചിട്ടില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ കാരണമാണ് UDF ഇത്ര. കോൺഗ്രസ്സുകാർ അധ്വാനിച്ചിട്ടുമല്ല, അവർ മൺമട്ടി എടുത്ത് കളഞ്ഞിട്ടുമല്ല. ഒന്നുമില്ല. ഇവിടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞ BJPയോ ഇവിടുത്തെ കോൺഗ്രസോ ഒരു ചുക്കും ഇവിടെ ചെയ്തിട്ടില്ല. ഈ ഭരണത്തിൽ വന്നത് നിങ്ങൾ ആരും പകലന്തിയോളം പണിയെടുത്തിട്ടൊന്നുമല്ല. എല്ലാവരും ഇതിനൊരു പ്രധാന കാരണം ഇന്നത്തെ സോഷ്യൽ മീഡിയയാണ്. നിങ്ങളെ ഭരണത്തിലേറ്റിയത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും കാണുന്നതുകൊണ്ട് എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പിണറായി വിജയൻ ഒരു ബസ്സേ കയറിപ്പോന്നു, അതിൻ്റെ പേര് ഇറങ്ങി വന്നിട്ട് റോഡിൽ നിൽക്കുന്ന പാവപ്പെട്ട പിള്ളേരെ തലമണ്ട അടിച്ച് കീറുക, ചുമ്മാ അടിച്ച് കീറുക. അതുപോലെ ഒരു ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചപ്പോഴത്തേക്ക് അവരെ പെടലി ഒടിച്ചു, അവരെ കൈ പിടിച്ച് തിരിച്ചൊടിച്ചു എന്നും പറഞ്ഞ് വ്യാജ നറേഷൻ. ഈ പണ്ടത്തെ ഗീബൽ സംഘം ഇപ്പൊ ജനിച്ചു വരെയാണെങ്കിൽ ഉണ്ടല്ലോ, വന്ന് പോകുമ്പോൾ തൊഴുത് പൊന്നു സാറേ ഞാൻ നിങ്ങളെ ഈ ലൈവായിട്ട് നാട്ടുകാർ കണ്ടോണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്തരം കള്ളത്തരം പറയാൻ സാധിക്കും? ഉളുപ്പ് എന്നുള്ള സാധനമാർക്കില്ല. അതെ, നിങ്ങൾ പലരും കൂടി പല കള്ളം കൂടിയാൽ ഒരു ശരിയാകുമെന്ന് പറയുന്ന പോലെ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് നിങ്ങൾ തുടർച്ചയായി കള്ളം പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടുത്തെ ജനം അത് വിശ്വസിക്കുമെന്നാണ്. ഏതായാലും വെള്ളാപ്പള്ളി കോളേജിലെ നിയമനങ്ങളും കണ്ട്. അതെ, വെള്ളാപ്പള്ളി ഇപ്പൊ പിടിക്കുന്ന 2 കാരണങ്ങളാണല്ലോ. ഒന്ന്, നമ്മുടെ ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ കിടപ്പുണ്ട്. അതെ, സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ കിടപ്പുണ്ട്. ഈ സ്റ്റേ കിടക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇയാളെയും ഡയറക്ടർ ബോർഡ് സ്ഥാനത്ത് നിന്ന് മൊത്തം ഡയറക്ടർ ബോർഡിനെ SNDP അയോഗ്യരാക്കിക്കൊണ്ടുള്ള ഒരു വിധി കിടപ്പുണ്ട്. ആ വിധി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്, അത് ഡിവിഷൻ ബെഞ്ച് താൽക്കാലികമായി സ്റ്റേ ഇട്ടിരിക്കുകയാണ്. അത് ആ വിധി അവർക്ക് മറികടക്കാൻ കഴിയില്ല. അത് അവർക്ക് അതിനകത്ത് പുതിയ വിധി കൊണ്ടുവരാനും സാധിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ എല്ലാ പ്രശ്നങ്ങളും പഠിച്ചതിന് ശേഷമാണ് സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്താണ് പറയുന്നത്, ഇവർ വാർഷിക വരവേലകൾക്കുള്ള റിട്ടേണുകൾ സമർപ്പിക്കാതെ ഈ നിയമം അനുശാസിക്കുന്ന തരത്തിൽ പോകാതാണ് അവർ ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സ്റ്റേ വാങ്ങി ഇട്ടേക്കുന്നതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് നടക്കാവുന്നതല്ല. ജനറൽ സെക്രട്ടറിയുടെ മാത്രമല്ല ഈ 2 എണ്ണവും ഈ വെള്ളാപ്പള്ളി ആണെങ്കിൽ സുമാരൻ തരാൻ ഇവർ 2 പേരും പറഞ്ഞാൽ സ്വന്തം സമുദായത്തിൽപ്പെട്ട സ്വന്തം വീട്ടുകാർ പോലും. അതെ, പിന്നെ ഏറ്റവും വലിയ പാതകം ഈ കേരളത്തിലെ ജനങ്ങളോട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ അരങ്ങൊഴിഞ്ഞ ഏകാധിപതി കാണിച്ച ഏറ്റവും വലിയ പാതകമാണ് ഈ SNDPയുടെ കോളേജുകൾക്ക് 87 ലെക്ചർ പോസ്റ്റ് അനുവദിച്ചത്. ഈ വേറെ ആർക്കും കൊടുത്തില്ല. 128 പോസ്റ്റുകൾ അധികമായിട്ട് കിടക്കുകയാണ്. ഈ 128 വരെ വേറെ എവിടെ വിന്യസിക്കുമെന്നാണ് കോളേജ് വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ്
87 പേരെ കൂടി നിയമിക്കാനുള്ള വെള്ളാപ്പള്ളി നടേശന് അനുവാദം കൊടുത്തിരിക്കുന്നത് പിണറായി വിജയൻ ഇറങ്ങിപ്പോന്നതിന് മുമ്പ്. ഒരു പോസ്റ്റിന് ലേലം വിളി 1 കോടി 10 ലക്ഷം. അല്ല, അഡ്വാൻസ് മുഴുവൻ അഡ്വാൻസ് മേടിച്ചു വരുന്ന സർക്കാരല്ലേ അവര് വേണ്ടെന്നെങ്ങാനും വെച്ചാലേ. നമ്മുടെ നാട്ടിൽ 3 പേര് കൊടുത്തു. അവരെന്നോട് സംസാരിച്ചായിരുന്നു. ഒരാൾ 70 ലക്ഷം കൊടുത്തു, ഒരാൾ 30 ലക്ഷം കൊടുത്തു, മറ്റൊരാൾ, അതായത് ഓർഡർ എപ്പോൾ കൈ കിട്ടുന്നു അപ്പൊ ബാക്കി കൊടുക്കും. ഇയാൾ വാങ്ങിയ തിരിച്ചു കൊടുക്കാത്ത ആളാണെന്നാണ്. അതോ നാളെ റദ്ദാക്കിയാലും പൈസ കൊടുക്കത്തില്ല. അത് ആദ്യമേ പറയും. ഇപ്പൊ നിങ്ങളിപ്പോ പൈസ കൊണ്ടു തരുന്നു, നിങ്ങൾക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ സർക്കാർ ജോലി കിട്ടി, അവിടെ കിട്ടി, ഇവിടെ കിട്ടി എന്ന് പറഞ്ഞ് വന്ന് ഇവിടെ പൈസ ചോദിച്ചാൽ പൈസ. ഞാൻ പലപ്പോഴും രസകര കാര്യം, ഇതൊരു ബന്ധം ഇല്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ചില SM കോളേജിൽ NS കോളേജിലൊക്കെ അധ്യാപകരായ സാംസ്കാരിക നായരും ഒന്നുകൊണ്ട് ഓരോ വിഷയത്തിലും പ്രതികരിക്കുന്നുണ്ട്. യുവന്മാരെല്ലാം അവിടെ പൈസ കൊണ്ട് എണ്ണി കൊടുത്തിട്ടില്ല, ഈ 2 എണ്ണത്തിന് പൈസ കൊണ്ട് കൊടുത്തിലേക്കല്ലേ ജോലി വാങ്ങിച്ചിട്ടുള്ളത്. എന്നിട്ടാണ് നമ്മുടെ നാട്ടിലെ ഈ സാമൂഹ്യ പ്രശ്നങ്ങളെ കുറിച്ച് അഗാധമായ രീതിയിൽ വിലയിരുത്തൽ നടത്തിക്കൊണ്ട്. അല്ല, എന്തുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഇടിഞ്ഞതാണ്? എന്ത് കാരണം കൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഇടിഞ്ഞതാണ്? എന്തുകൊണ്ടാണ് കൂടുതൽ കുട്ടികളെ നമ്മൾ CBSE സിലബസിൽ നല്ല നല്ല സ്കൂളുകളിലേക്ക് കാശ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ്? അതെന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെ, മാനേജ്മെന്റുകൾക്ക് പൈസ വാങ്ങി നിയമിക്കാൻ അധികാരം കൊടുത്തു. ഒരു അക്ഷരം പോലും എഴുതാൻ അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാർ അധ്യാപകരായിരുന്നു. ഇവർക്ക് ഡിഗ്രി ഉണ്ട്, യോഗ്യതയുണ്ടോ, ഒക്കെ ശരിയാ. അതൊന്നുമല്ല ഇതിന്റെ ഘടകം. ഒരു PSC പരീക്ഷ എഴുതി ഒരാൾ ഇന്റർവ്യൂവും കഴിഞ്ഞ് കയറുന്ന ഒരാളും അല്ലാതെ ഈ കാശ് കൊടുത്ത് കയറുന്ന ആളും അജഗജാന്തരമുണ്ട്. ഇവർക്ക് ഈ PSC പരീക്ഷ പാസ്സായി, ഇന്റർവ്യൂ പാസ്സായി, പിന്നെ ജോലിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഇവർ ഈ പൈസ കൊണ്ട് കുറുക്കുവഴിയിലൂടെ കൊടുക്കുന്നത്. എന്താണ് ഇത്? അധികമായിട്ട് പൈസ കയ്യിലുള്ളവർ, ഗൾഫിൽ പോയി സമ്പാദിച്ചവരോ അല്ലാതെ പൊതുസ്വത്തുള്ളവരും ഒക്കെ അതൊക്കെ വിറ്റേറ്റ് എന്ത് ചെയ്യും? ഇവിടെ മാനേജർ കൊണ്ട് പൈസ കൊടുക്കും. അയാളെ പൈസ മേടിച്ച് പോക്കറ്റിട്ട് അയാൾ അതെടുത്ത് പുട്ടടിക്കും. എന്നിട്ട് ഈ വരുന്ന ആൾക്കാരുടെ ഒക്കെ മക്കൾ എവിടെ പഠിക്കുന്നത്? ഈ അധ്യാപകരുടെ അവരൊക്കെ പഠിക്കുന്ന CBSE സ്കൂൾ. അത്രേ ഉള്ളൂ. അവരുടെ സ്കൂളിലേക്ക് ഇവരെ കൊണ്ടുപോകില്ല. +2 വരെ പോലും ഇവർ കൊണ്ടുപോകത്തില്ല. ഒരു ക്ലാസ്സിൽ പോലും പഠിപ്പിക്കാൻ അവർ തയ്യാറാതെ. പക്ഷെ ഇവർ നാട്ടിലിറങ്ങും, നാട്ടുകാരുടെ പിള്ളേരെ പഠിപ്പിക്കണം. നാട്ടുകാരുടെ പിള്ളേരെ നിങ്ങൾ ഞങ്ങളുടെ സ്കൂളിലോട്ട് വിടണം. കാരണം ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഒരു അധ്യാപകർക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ല. ഈ പറയുന്ന ഈ സ്കൂളിൽ ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചാൽ എൻ്റെ ശരിയാവത്തില്ല. അല്ല, അതുകൊണ്ടാണല്ലോ നമ്മളെ P. രാജു മന്ത്രിയൊക്കെ നമ്മളെല്ലാവരും ഗവൺമെന്റ് മക്കളെ കൊണ്ടുവന്ന് മറ്റേ മാസലക്ഷങ്ങൾ ഫീസ് കൊടുക്കുന്ന സ്കൂളിൽ പഠിപ്പിച്ചു. അങ്ങനെ കോളേജുകളിലും സ്കൂളുകളിലും വിദ്യാഭ്യാസ നിലവാരം കുട്ടിച്ചോറാക്കിയത് ഈ സമുദായ സംഘടനകൾക്ക് വീതം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി. ഇത് എന്നേ PSC ഏറ്റെടുക്കേണ്ട സമയം കഴിഞ്ഞു. ഇതിപ്പോ അതുകൊണ്ടൊരു ഗുണമുണ്ടായി. എന്ത് പറ്റി? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം തകർന്നരിപ്പണമായി. കേരളത്തിലെ വിദ്യാഭ്യാസം തകർന്നരിപ്പണമായി. ഈ നേതാക്കന്മാർക്ക് ബാധല്ല, അവരുടെ മക്കൾ പഠിക്കുന്ന അമേരിക്കയിലല്ലേ. എയ്ഡഡ് സ്കൂളുകൾ കൂടുകയും സർക്കാർ സ്കൂളുകൾ കുറയുകയും ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ അപ്പൊ എന്ത് സംഭവിച്ചു? ഈ എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ അവരുടെ ബന്ധുക്കളുടെ ഒക്കെ മക്കളെ എല്ലാവരും CBSEയിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിൽ. നമ്മളൊക്കെ വേണമെങ്കിൽ ഇവരെ കൊണ്ടുവിട്ട് ഇവരൊക്കെ പഠിപ്പിക്കാൻ പിള്ളേരെ ഉണ്ടാക്കി കൊടുക്കണം. എന്തായാലും ഈ ഈ വെള്ളാപ്പള്ളിയുടെ വാഴ്ത്തുപാട്ട് ഗംഭീരമാണ്. കാര്യം 3 പേരുടെ കഴിവുകൾ പ്രത്യേകം അത് എടുത്തു പറയുന്നുണ്ട്. എന്നാലും അദ്ദേഹത്തിന് ഒരു ഇച്ചിരി താല്പര്യം KC-യോടാണ് കൂടുതൽ. KC വേണുഗോപാൽ തോപ്പിക്കാൻ നടന്നില്ല ആലപ്പുഴയിൽ. കേസ് ജയിച്ചു. അല്ല, KC ഇദ്ദേഹമായിട്ട് എന്തോ ഡീൽ ഉണ്ടായിട്ടുണ്ട് ഇതിനിടയ്ക്ക്. KC-യെ ഇച്ചിരി പുകഴ്ത്തുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇതിനകത്ത് നമ്മളിപ്പോൾ പറയുന്നു മുഖ്യമന്ത്രി ആരാകണമെന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം. പക്ഷേ ഇതുപോലെയുള്ള ഈ സാമുദായിക നേതാക്കന്മാരെ തിണ്ണനിരങ്ങാൻ പോകാത്ത VD സതീശൻ തന്നെയാണ് ഇതിന് ഏറ്റവും അനുയോജ്യം, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അനുയോജ്യം. പക്ഷേ അപ്പോഴും VD സതീശൻ ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളാന്നുള്ള ഒരു പരാതി വരുന്നുണ്ട്. അത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, എന്താണെങ്കിലും ശരി, ഈ 2 എണ്ണത്തിനെയാണ് ആദ്യം നിലയ്ക്ക് ഇവരെ കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഗുണവുമില്ല. അതാണ് അതിന്റെ വീട്ടുകാർക്കുണ്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയാം. വെള്ളാപ്പള്ളി നടേശനാണ് പിണറായി വിജയൻ അധികാരത്തിൽ വരും, തുടർഭരണം വരും, അധികാരത്തിൽ വരാം എന്ന് പറഞ്ഞ അയാളുടെ ആഹ്വാനം കേട്ട് SNDP-ക്കാർ വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ CPM അധികാരത്തിൽ വരത്തില്ല. മാത്രമല്ല, അയാൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, കേരളത്തിലെ നമ്മൾ നേരത്തെ ഒരു ചർച്ച പറഞ്ഞതുപോലെ കേരളത്തിലെ 7 പേർ കൂടുതലും CPM BJP-യുടെ പിന്നാലെ പോകുന്ന BJP-ക്ക് വോട്ട് ചെയ്ത് 2 BJP ജയിച്ചില്ലേ. പിന്നെ ഇയാൾ പറഞ്ഞ ഒരു ഡയലോഗ് കേട്ടോ, ഇയാൾ 100 വോട്ടെന്നാ സതീശൻ പറഞ്ഞ്, നല്ല 100 സീറ്റ് എന്നാണ് സതീശൻ പറഞ്ഞ്. അന്ന് ഞാൻ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജു. ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഇയാൾ ആര് പറഞ്ഞു എനിക്കറിയാം. അങ്ങനെ പലതും പറയുന്നു. ഞാൻ അങ്ങനെ പലതും പറയുന്നവരുണ്ട്. ഞാൻ ഇതൊന്നും പറഞ്ഞു. കുമാരനാശാൻ ഇരുന്ന കസേരയിലാണ് ഈ മഹാനും ഇരിക്കുന്നത്. പിന്നെ അദ്ദേഹം അതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി കസേര ഇപ്പൊ പേരിനാണ് ഇരിക്കുന്നത്. നിങ്ങളിപ്പോൾ നിലവിൽ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറിയോ ഡയറക്ടർ ബോർഡ് അംഗമോ അല്ല. സാങ്കേതികം കാവൽ മാത്രമാണ്. നിങ്ങളെ ഇവിടുന്ന് ഓൾറെഡി പുറത്താക്കിയാണ്, കോടതി എടുത്ത് ദൂരെ കളഞ്ഞാണ്. അതായത് നിങ്ങളെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ കോടതി പറഞ്ഞിട്ടില്ല, തൽസ്ഥിതി തുടരാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അവിടെ കാവലിനിരിക്കുന്നു. ഗുരുദേവൻ പറഞ്ഞത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടാനാണ്. ഇത് വിദ്യ കൊണ്ട് തന്നെ ഇപ്പോൾ അഭിവൃദ്ധിപ്പെടാൻ, സ്വന്തം വീട്ടുകാർക്ക് അഭിവൃദ്ധിപ്പെടാനുള്ളത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി മാറ്റി ഉള്ള പൈസ, വിദ്യ കൊണ്ടുള്ള പൈസ വാങ്ങിക്കുക, വിദ്യാഭ്യാസം ഉള്ളവരുടെ ഇത് പൈസ വാങ്ങിക്കുക, സ്വസ്ഥമായി ജീവിക്കുക. അതാണ് ഇവരെ പരിപാടി. ഇപ്പൊ ഈ മന്ത്രിമാരുടെ MLA-മാരുമായിട്ട് ജയിച്ചവരുടെ ഒരു ഒഴുക്ക് ഇപ്പം ഇയാളോട്ടോ. ഇയാൾ എന്ത് ചെയ്തിട്ടാണ്?
ഇയാൾ ചെയ്തൊരു ഗുണമുണ്ട്. ശരിയാ, UDFകാർ പോയി കാണുന്നത് നല്ലതാ. ഇയാളുടെ പിണറായിയെ ഇയാൾ പിന്നെ അധികാരത്തിൽ വീണ്ടും എത്തിക്കാൻ വേണ്ടി നടത്തിയ പ്രസ്താവനകളാണ് ശരിക്കും UDFനെ സഹായിച്ചത്. അത് ആ കാര്യത്തിൽ നമ്മൾ UDFകാർ അദ്ദേഹത്തോട് പിണറായി വിജയൻ, വെള്ളാപ്പള്ളി നടേശൻ, പി ശശി തുടങ്ങിയ ഫോട്ടോകൾ കോൺഗ്രസ്സുകാർ നിർബന്ധം അവരുടെ പാർട്ടി ഓഫീസിൽ കൊണ്ട് MV ഗോവിന്ദൻ കാരണഭൂതരായവർ, ഇവരാണ് കാരണഭൂതന്മാർ, ഇവരാണ് എന്നുള്ളതാണ്. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശന് സ്വന്തം സമുദായത്തിൽ ഒരു വിലയില്ലാത്തവരാണ്. അയാൾ ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഇവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ട്. ആ തെരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ളവരിൽ നിന്ന് അതാത് പാർട്ടിക്കാർ അവരുടെ മുഖ്യമന്ത്രിയെ കണ്ടെത്തിക്കോളും. നിങ്ങളുടെ ആരുടെയും ഒരു ഓശാരവും അവർക്ക് ആവശ്യമില്ല.